നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇന്ന് കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും വിലയിൽ ആശ്വാസം നൽകുന്ന മാറ്റങ്ങളാണ് വരുന്നത്. മറുവശത്ത് തേങ്ങയുടെ വില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്, അടുത്ത ദിവസങ്ങളിൽ വില എങ്ങനെയാണ്, എല്ലാം ലളിതമായി നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം കോഴിയിറച്ചിയുടെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില ഉയർന്ന നിലയിലായിരുന്നെങ്കിലും ഇന്ന് പല സ്ഥലങ്ങളിലും വില കുറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഒരേ വിലയല്ല, സ്ഥലത്തനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് വാങ്ങാൻ പോകുന്നവർക്ക് നല്ല വാർത്തയാണത്. പ്രത്യേകിച്ച് കുടുംബ ആവശ്യങ്ങൾക്കായി കോഴിയിറച്ചി വാങ്ങുന്നവർക്ക് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് രൂപ ലാഭിക്കാനാവും. എന്നാൽ നിങ്ങളുടെ നാട്ടിലെ കടയിൽ വില അല്പം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് വാങ്ങുന്നതിന് മുൻപ് സമീപത്തെ കടയിൽ ചോദിച്ചുറപ്പാക്കുന്നത് നല്ലതാണ്. കോഴിമുട്ട വിലയുടെ കാര്യം നോക്കാം. കോഴിമുട്ടയുടെ വിലയിലും പല ഹോൾസെയിൽ മാർക്കറ്റുകളിലും കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമായി റീറ്റെയിൽ വിലയിലും കുറവ് പ്രതീക്ഷിക്കാം. ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും വീട്ടമ്മമാർക്കും ഇത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്നാൽ ആവശ്യകത കൂടുതലാണെങ്കിൽ വില വീണ്ടും മാറാനും സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് കോഴി മുട്ട വില കുറയുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി ചില സ്ഥലങ്ങളിൽ വിതരണം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമതായി ആവശ്യകത മുൻ ദിവസങ്ങളെക്കാൾ അപേക്ഷിച്ച് അല്പം കുറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി മാർക്കറ്റിലേക്ക് കൂടുതൽ സ്റ്റോക്ക് എത്തുന്നതിനാൽ വ്യാപാരികൾ വില കുറയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവയാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യങ്ങൾ. ഇനി തേങ്ങാ വിലയുടെ കാര്യത്തിലേക്ക് വരാം. തേങ്ങയുടെ വില കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. കേരളത്തിലെ പല മാർക്കറ്റുകളിലും വില ശക്തമായി നിലയിലാണ് നിൽക്കുന്നത്. ഇന്ന് തേങ്ങ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയും കൂടിയാണ്. പക്ഷേ ഉപഭോക്താക്കൾക്ക് വെളിച്ചെണ്ണയും തേങ്ങയും വാങ്ങാൻ കൂടുതൽ പണം ചിലവാക്കേണ്ടി വരികയാണ്. ഓണം പോലും അടുത്തു വരികയാണ്. ഓണം ഇനി അടുത്തു വരികയാണ്. വീണ്ടും ഉയരാനാണ് സാധ്യത. തേങ്ങ വില ഉയരാൻ പ്രധാന കാരണം 3 കാരണങ്ങളാണ് പ്രധാനമായി ഉള്ളത്. ഒന്നാമതായി മഴ കാരണം ചില പ്രദേശങ്ങളിൽ ലഭ്യത കുറഞ്ഞു. രണ്ടാമതായി ഓണക്കാലം അടുത്തു വരുന്നതിനാൽ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. മൂന്നാമതായി എണ്ണ നിർമ്മാണത്തിനും അതുപോലെ വ്യാപാര ആവശ്യങ്ങൾക്കും കൂടുതൽ തേങ്ങ വാങ്ങുന്നുണ്ട്. ഇവയാണ് വില ഉയരാൻ സാധ്യതയായ കാരണങ്ങൾ. ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോഴിവില ഉയരുമോ, തേങ്ങ വില ഇനിയും കൂടുമോ? ഇതിന് പ്രത്യേക മറുപടി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ മഴ, വിപണിയിലെ ലഭ്യത, ആവശ്യകത എന്നിവയെ ആശ്രയിച്ചിരിക്കും അടുത്ത ദിവസങ്ങളിലെ വില. അതുകൊണ്ട് ദിവസം മാർക്കറ്റ് അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വില കുറഞ്ഞ സമയത്ത് ആവശ്യത്തിന് മാത്രം വാങ്ങുക. ഒരേ കടയിൽ വില മാത്രം നോക്കാതെ സമീപത്തെ 2-3 കടകളിലെ വില താരതമ്യം ചെയ്യുക. തേങ്ങ കർഷകർക്ക് ദിവസേന മാർക്കറ്റ് വില ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിലയേറുന്ന സമയത്ത് വിൽപ്പന നടത്തിയാൽ കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകൾ ഇതായിരുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.